നമസ്കാരം. 24 മണിക്കൂറായി അനിശ്ചിതത്വത്തിലാണ് ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിലേക്ക്. തലസ്ഥാനമായ ധാക്കയിൽ സൈന്യം അണിനിരന്നു കഴിഞ്ഞു. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ നോക്കി നിൽക്കാനാകില്ലെന്ന് സൈനിക തലവൻ വാക്കർ ഉസ്മാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സൈനിക തലവന്റെ നേതൃത്വത്തിൽ സൈന്യം അടിയന്തര യോഗം നേരത്തെ തന്നെ ചേർന്നിരുന്നു. ബംഗ്ലാദേശിൽ അടിയന്തരാവസ്ഥ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. മാർച്ച് 26 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യദിനമാണ്. രാജ്യം പിടിച്ചടക്കി അരാജകത്വം നീക്കി ഷെയ്ഖ് ഹസീനയെ തിരികെ കൊണ്ടുവരാനും ഭരണം തിരിച്ചേൽപ്പിക്കാനുമാണ് സൈനിക നീക്കം. അതിനിടെ ഒരു ഇസ്ലാമിക തീവ്രവാദ ആക്രമണം ബംഗ്ലാദേശിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സൈന്യം അതിനായി സജ്ജമാണ്. ഇന്ന് രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. അതേസമയം പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും എന്നിവ ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഉന്നയിച്ചുകൊണ്ടും വിദ്യാർത്ഥികളും യുവാക്കളും തെരുവുകളിൽ പ്രതിഷേധം നടത്തുകയാണ്. അങ്ങനെയുള്ള ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം. സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ബംഗ്ലാദേശ് സൈന്യം ഏറ്റെടുക്കാനാണ് സാധ്യത. 5 ലഫ്റ്റനന്റ് ജനറൽ, 8 മേജർ ജനറൽമാർ, ഇൻഡിപെൻഡന്റ് ബ്രിഗേഡുകളുടെ കമാൻഡർമാർ, സൈനിക ആസ്ഥാനത്തെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു യോഗമാണ് നടന്നത്. അത്തരത്തിലൊരു യോഗം നടക്കണമെങ്കിൽ ബംഗ്ലാദേശ് സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കാനാവും. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യൂനിസും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. തന്റെ കയ്യിൽ നിന്ന് രാജ്യം തട്ടിയെടുക്കാൻ നോക്കുകയാണ് സൈന്യമെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ബംഗ്ലാദേശിന്റെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുകയാണ്. രാജ്യം തന്നെ തകർന്ന് തരിപ്പണമായി ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സൈന്യം ഏറ്റെടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം സ്വയം നശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിന് അരാജകത്വത്തിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കണമെന്ന് സൈന്യം കരുതുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.